വയനാട് ചൂരൽമല മുണ്ടക്കയം ഉരുൾപൊട്ടലിൽ നിരവധി മൃതദേഹങ്ങളായിരുന്നു ചാലിയാറിലൂടെ ഒഴുകി വന്നിരുന്നത്. ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചു, മൃതദേഹ ശരീരഭാഗങ്ങൾ ലഭിച്ചു. വലിയ തരത്തിലുള്ള തിരച്ചിലുകളായിരുന്നു ഇന്ന് ഇവിടെ നടന്നിരുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള വലിയ തരത്തിലുള്ള തിരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സന്നദ്ധ പ്രവർത്തകരായിരുന്നു പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരച്ചിലിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗമായിരുന്നു STPIയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത്. പലയിടങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മുടെ അടക്കമുള്ള ദൃശ്യങ്ങളിൽ അവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ ചാലിയാറിൽ STPI പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു മാസ് തിരച്ചിൽ നടക്കുകയാണ്. അരിച്ചുപെറുക്കിയുള്ള ഒരു തിരച്ചിൽ നടക്കുകയാണ്. ഏതാണ്ട് 500-ലധികം വരുന്ന STPI വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. പല ഭാഗങ്ങളിലും ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് അവരെ പല ഭാഗങ്ങളിലേക്കായി ചാലിയാറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നത്. അവിടെ ഓരോ ഭാഗങ്ങളിലും കൃത്യമായി തിരച്ചിൽ നടത്തി ഒരു മൃതദേഹങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേകമായി തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള തിരച്ചിലുകൾ നടക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ നേതാക്കൾ, ജില്ലാ കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളിപ്പം ചേരുകയാണ്. ഇന്നിപ്പം ഏത് തരത്തിലാണ് നിങ്ങളുടെ ഒരു തിരച്ചിൽ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ ഇന്ന് ജില്ലയിൽ തിരഞ്ഞെടുത്ത 500 വരുന്ന ആ പ്രവർത്തകരെ 2 മേഖലയാക്കിയിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പം ഈ പൊന്നാനി, അതുപോലെ തന്നെ തിരൂര്, അതുപോലെ തന്നെ താനൂര്, വള്ളിക്കുന്ന് ഭാഗങ്ങളിലെ മത്സ്യത്തൊഴിലാളികളടക്കം അവരുടെ വള്ളങ്ങളടക്കം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തെരച്ചിൽ നടത്തുന്നത്. അത് നമ്മൾ ചുങ്കത്തറയിൽ നിന്ന് ഒരു വിഭാഗം പുറപ്പെട്ട് കഴിഞ്ഞ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇന്ന് ഈ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആ മലയുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടുത്തെ നിലമ്പൂർ മണ്ഡലത്തിലെ ഭാരവാഹികളാണ് ഈ 2 സ്ഥലത്തും ജില്ലയിലെ മുഴുവൻ പ്രവർത്തകർക്കും നേതൃത്വം കൊടുക്കുന്നത്. എത്ര കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ ചാലിയാറിൻ്റെ? ഏകദേശം നമ്മൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് കൂടുതൽ ബോഡി കിട്ടിയിരുന്ന ഫാമിൻ്റെ മേഖല ഉണ്ടല്ലോ, കുമ്പളപ്പാറ, വാണിയം പുഴ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് താഴ്ഭാഗത്ത് ഏകദേശം 20 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന പുഴയുടെ ഇരു തീരങ്ങളിലും ഓരോ തീരത്തും ഒരു സ്പോട്ട് നിശ്ചയിച്ചുകൊണ്ട് ഒരു സൈഡിൽ 20ഓളം പ്രവർത്തകർ, മറ്റേ സൈഡിൽ 20ഓളം, അങ്ങനെ 2 സൈഡും ഉദാഹരണത്തിന് കരിമ്പുഴ പനങ്കായം പാലത്തിൻ്റെ അവിടെ തുടങ്ങിയിട്ട് പൂക്കോട്ടുമണ്ണ പാലം ബ്രിഡ്ജ് വരെയുള്ള ഈ 2 സൈഡിലും ഒരു 40ഓളം ആളുകൾ 2 സൈഡിലും തരാം. അതേപോലെ അവിടുന്ന് താഴോട്ടും ഓരോ സ്പോട്ട് നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ തരിക. അപ്പോൾ ഏകദേശം മയിലാടി പാലം എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്ററോളം ഏകദേശം കളത്തിങ്കടവ് മയിലാടി പാലത്തിൻ്റെ അവിടെ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തോടുകൂടെ ഇരു സൈഡിലും എല്ലാ മണലത്തിട്ടയും അരിച്ചു പൊറുക്കി ഒരു തെരച്ചിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു 100% സംതൃപ്തിയോടുകൂടെ ആയിരിക്കണം ഇന്ന് നമ്മൾ കയറേണ്ടത്. കാരണം ഒരു ഭാഗത്തും ബോഡി ഇല്ലാന്ന് ഉറപ്പുവരുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായ ഒരു വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ ടൂൾസും കൈക്കോട്ട്, പാര, കമ്പിപ്പാര തുടങ്ങിയ മുഴുവൻ സാമഗ്രി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു തെരച്ചിൽ നടത്താനാണ് നമ്മൾ ഫോഴ്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം എത്ര ആളുകൾ? 500 അധികം ആളുകളുണ്ട്. ഇപ്പോൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നായിട്ട് 500-ലധികം ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗങ്ങളിൽ മുണ്ടേരിയിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് തെരച്ചിൽ നടത്തി. ഇനി അവിടെ ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ താഴെ ഭാഗത്തേക്ക് ചാലിയാറിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഫുള്ളായിട്ട് പ്രവർത്തകരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്ന 5 ദിവസമായി ഞങ്ങളുടെ പ്രവർത്തകർ ഫീൽഡിലാണ്. ഏകദേശം 402 പ്രവർത്തകർ ഇന്നലെ വരെയുള്ള കണക്കും ഇപ്പോൾ ഇന്ന് ഇറങ്ങുന്ന 5ഉം ഒരു 1000-അടുത്തുള്ള പ്രവർത്തകർ ഈ 5 ദിവസമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ പ്രവർത്തകർ ഈ 5 ദിവസത്തിനിടയ്ക്ക് 49 മൃതദേഹങ്ങളാണ് ഇവിടുന്ന് കണ്ടെടുത്തിട്ടുള്ളത്, ശരീരഭാഗങ്ങളല്ലാതെ. അപ്പം ഇവിടെ നിന്ന് ഇത് മാത്രമല്ല, നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പം അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന ശരീരഭാഗങ്ങൾ യോജിപ്പിക്കുന്നതിന് ഡോക്ടർമാരെ സഹായിക്കുന്നതിന് വേറെ ടീമും ഞങ്ങൾ ഈ 20 ദിവസത്തിൽ നിലമ്പൂരിലെ പ്രവർത്തകർ സജീവമായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ മൊത്തമുള്ള സംഗതി. ഞങ്ങളെ ഈ പരിപാടിക്ക് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് സമാപനം കുറിക്കും. അതിൻ്റെ ഒരു മാസ് ഒരു തുടക്കം തന്നെയാണ് ഇന്ന് രാവിലെ തുടങ്ങാൻ പോകുന്നത്. ഈ കൺട്രോൾ റൂം വെച്ചാണ് ഇതിന്റെ മൊത്തം കൺട്രോൾ റൂം ഇവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ നേരത്തെ ഉള്ളതാണ്, ഒന്ന് ഇന്ന് ചുങ്കത്തറയുണ്ട്. 2 പോയിന്റിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരുടെ മത്സ്യത്തൊഴിലാളി അതായത് തെരഞ്ഞെടുത്ത ഇതിനെ നമ്മൾ നീന്തലറിയാത്ത ആളുകളൊന്നും പുഴയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങൾ അങ്ങനെ ഓരോ പ്ലാനിങ് ഓരോ ദിവസം ഇനിയാന്ന് ഞങ്ങൾ മരം വെട്ടുകാരായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഞങ്ങളെ പ്ലാനിങ്ങോടുകൂടി ഇന്ന് മത്സ്യത്തൊഴിലാളികളടക്കം അവരുടെ തൂണികൾ ഉപയോഗിച്ച് രണ്ട് കരയിലും ഇതാക്കിയിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ പ്രളയങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള ഇടപെടൽ നടത്തി പരിചയമുള്ള ആളുകളെയാണ് ഇന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ സമാപനം എന്ന് കേൾക്കുക നമ്മൾ ചുങ്കത്തറ പോയിന്റിലാണ് ഇത് സമാപിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ചുങ്കത്തറ ഒരു പോയിന്റിലെത്തി അവിടുത്തെ മുഴുവൻ പ്രവർത്തകർ അവിടേക്ക് വിളിച്ചിട്ട് ഇന്ന് ഇത് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്നത്തോടുകൂടി അവർ സമാപനം കുറിക്കും. അതല്ല ഇനിയും തരേണ്ട ആവശ്യമുണ്ടെങ്കിൽ നാളെയും ഇത് തുടരും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് സന്നദ്ധ പ്രവർത്തകരുടെ തിരച്ചിൽ എന്നുള്ളത് അവർ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തിരച്ചിൽ തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു SDPI പ്രവർത്തകർ എന്നുള്ളതാണ്. നിരവധി മൃതദേഹങ്ങൾ അവർ കണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു മാസ് തിരച്ചിൽ അവർ നടത്തുന്നത്. ചാലിയാറിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരു മൃതദേഹങ്ങളുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നവരെ വലിയൊരു തിരച്ചിലാണ് നടത്തുന്നത്. ഏതാണ്ട് 500-ലധികം ആളുകൾ ഇന്ന് തന്നെ ഇതിനായി പ്രത്യേകമുണ്ട്. 400 ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി തിരച്ചിൽ നടത്തുന്നു. അങ്ങനെ ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇപ്പോൾ വളണ്ടിയർമാർ ഈ തിരച്ചിൽ നടത്താനായി ഈ പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ മാസ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. പോത്തുകല്ലിൽ നിന്ന് ഷിജു ചിറ്റൂരിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.